केरला श्रीमती प्रियंका गांधी वाड्रा। मैं प्रियंका गांधी वाड्रा जो लोकसभा की सदस्य निर्वाचित हुई हूँ, सत्यनिष्ठा से प्रतिज्ञा करती हूँ कि मैं പ്രിയങ്ക ഗാന്ധി MP ആയി സത്യപ്രതിജ്ഞ ചെയ്തത് കേരള സാരി അണിഞ്ഞെത്തി. ഭരണഘടന ഉയർത്തിപ്പിടിച്ചായിരുന്നു പ്രിയങ്ക ഗാന്ധി സത്യവാചകം ചൊല്ലിയത്. ആദ്യമായി MP ആയി പാർലമെന്റിലെത്തിയ പ്രിയങ്ക ഗാന്ധിയെ സ്വീകരിക്കാൻ കോൺഗ്രസ് MPമാരുടെ വലിയൊരു നിര തന്നെയുണ്ടായിരുന്നു. പാർലമെന്റ് കവാടത്തിന് മുന്നിൽ കാത്തുനിന്ന MPമാർ വലിയ ഉത്സാഹത്തോടെയാണ് പ്രിയങ്കയെ വരവേറ്റത്. വ്യാഴാഴ്ച രാവിലെ 11 മണിക്കാണ് സത്യപ്രതിജ്ഞ നടന്നത്. ദുരന്തബാധിത മേഖലയ്ക്കുള്ള കേന്ദ്ര സഹായം ഉൾപ്പെടെയുള്ള വയനാടിൻ്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരിക്കും MP ആയതിനു ശേഷമുള്ള പ്രിയങ്കയുടെ ആദ്യ പ്രസംഗം. കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് പ്രിയങ്ക സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയത്. റോബർട്ട് വാദ്രയും മക്കളും സോണിയാഗാന്ധിയും പ്രിയങ്കയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. കേരള സാരിയിലെത്തിയ പ്രിയങ്കയെ വലിയ കയ്യടികളോടെയാണ് കോൺഗ്രസ് MPമാർ പാർലമെന്റിൽ സ്വാഗതം ചെയ്തത്. ജോഡോ ജോഡോ ഭാരത് ജോഡോ എന്ന മുദ്രാവാക്യങ്ങളോടെയാണ് പ്രിയങ്കയെ കോൺഗ്രസ് അംഗങ്ങൾ സത്യപ്രതിജ്ഞയ്ക്കായി വരവേറ്റത്. പണം ഞങ്ങൾ തരും. അതേസമയം പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞ് മിനിറ്റുകൾക്കകം പാർലമെന്റിൽ ബഹളമുണ്ടായി. ഇതോടെ സഭ നിർത്തി 12 മണിവരെ നിർത്തിവെക്കുകയായിരുന്നു. പ്രിയങ്ക കൂടി എത്തുന്നതോടെ നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള 3 പേർ പാർലമെന്റിൽ സാന്നിധ്യമാകുകയാണ്. സഹോദരൻ രാഹുൽ ഗാന്ധി ലോക്സഭാംഗവും മാതാവ് സോണിയാഗാന്ധി രാജ്യസഭാംഗവുമാണ്. ഇന്നത്തെ പാർലമെന്റ് നടപടികളിൽ പ്രിയങ്ക ഗാന്ധി ഭാഗമാകും. രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തെ മറികടന്ന് 4 ലക്ഷത്തിലേറെ വോട്ടുകൾക്കായിരുന്നു വയനാട്ടിൽ പ്രിയങ്കയുടെ കന്നി വിജയം. ഏറെ നാൾ കോൺഗ്രസ് സംഘടനാ ചുമതല വഹിച്ച ശേഷമാണ് ജനപ്രതിനിധി എന്ന കുപ്പായം പ്രിയങ്ക അണിയുന്നത്. പ്രിയങ്ക പാർലമെന്റിൽ ഉറച്ച ശബ്ദമായി എത്തുന്നത് ഇന്ത്യ മുന്നണിക്കും വലിയ നേട്ടമായിരിക്കുമെന്നാണ് വിലയിരുത്തൽ. പ്രിയങ്ക MP ആകുന്നതിൽ അഭിമാനമെന്ന് സോണിയാഗാന്ധി പ്രതികരിച്ചു. സന്ദർശക ഗ്യാലറിയിൽ പ്രിയങ്കയുടെ സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷിയാകാൻ സോണിയാഗാന്ധിയും എത്തിയിരുന്നു. केरला श्रीमती प्रियंका गांधी वाड्रा। मैं प्रियंका गांधी वाड्रा जो लोकसभा की सदस्य निर्वाचित हुई हूँ, सत्यनिष्ठा से प्रतिज्ञा करती हूँ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूँगी। मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूँगी तथा जिस पद को मैं ग्रहण करने वाली हूँ उसके कर्तव्यों का श्रद्धापूर्वक निर्वहन करूँगी. जय हिंद. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.